അപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ നെയ്യില്ലാതെ പഞ്ചസാരയില്ലാതെ മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നുമില്ലാതെ നമ്മുടെ ഉള്ള എല്ലാവരുടെ വീട്ടിലുള്ള 3 ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. നല്ല രുചിയുള്ളൊരു ഹൽവയാണ്. 10 മിനിറ്റ് അത്രയും കൊണ്ട് തന്നെ അത്ര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് 2-3 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ അല്ലെങ്കിൽ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി വെക്കണമെന്നേ ഉള്ളൂ. ഉണ്ടാക്കുന്ന പ്രോസസ്സ് 10 മിനിറ്റിനുള്ളിൽ തന്നെ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലോ അത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചുവന്ന അവലാണ് കേട്ടോ. അപ്പോൾ ചുവന്ന അവലിന് പകരം വെള്ളം എടുക്കാമെന്നൊന്നും ഞാൻ പറയില്ല, ചുവപ്പ് തന്നെ വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ 1 കപ്പ് അവൽ ഞാനിത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്, അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അവലിന് ഞാനൊരു 1.25 കപ്പ് വെല്ലം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അവലൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനത് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആറിയിട്ട് പെട്ടെന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അവലൊക്കെ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നിർബന്ധമാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 3 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അത് ഏകദേശം ഞാനൊരു വലിയ തേങ്ങ ഒരു അരമുറി, അതായത് ഒരു മുറി എന്ന് പറയും, ഓക്കെ, ഒരു മുറി, ഹാഫ് തേങ്ങ, വലിയൊരു ഹാഫ് തേങ്ങയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ചെറിയ തേങ്ങ കിട്ടുള്ളൂ, നാട്ടിലെ പോലെ അത്ര നല്ല തേങ്ങയൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ തേങ്ങ അര എടുത്താൽ മതി, അതായത് ഒരു മുറി എടുത്താൽ മതി. അതിൽ നിന്നുള്ള 3 നല്ല തിക്കായിട്ടുള്ള പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജാറ് കഴുകി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റിൽ തേങ്ങാപ്പാലൊന്നുമില്ല, ലാസ്റ്റിലുള്ളൊരു പാലായിരുന്നു കേട്ടോ അത്, അതായത് കട്ടിയൊന്നും ഇല്ലാത്തൊരു പാൽ. അങ്ങനെ മൊത്തം 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ ആദ്യത്തെ 3 കപ്പ് തേങ്ങാപ്പാൽ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ജാറിൽ തന്നെ ഒന്ന് മിക്സിയിൽ തന്നെ കറക്കിയിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തത്, അത് കലക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ജാറ് കഴുകി ഒഴിക്കാനാണ് ലാസ്റ്റത്തെ ആ നേരിയ പാൽ ഒഴിച്ചു എന്ന് പറഞ്ഞത്, 4ാമത്തെ കപ്പ് പാൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം 4 കപ്പ് പാൽ ഒഴിച്ചു. പിന്നെ നമ്മുടെ ഉരുക്കി വെച്ച ശർക്കരയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല പരിപാടി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അറിയാമല്ലോ, കട്ടിയാവുന്ന സാധനങ്ങൾ തെറിച്ച് പോകും എല്ലാവിടെയും. അപ്പോൾ അതിന് ഇങ്ങനെയാണ് ചെയ്യുക, കയ്യിലൊക്കെ തെറിക്കുന്നതിന് പകരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി കൊണ്ട് ഇങ്ങനെ ഒന്ന് മറച്ച് പിടിച്ച് കൊടുക്കും കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാവിടെയും തെറിക്കും, കയ്യിലും തെറിക്കും. അപ്പോൾ ഇതേ കുറച്ചൊന്ന് കുറുകുമ്പോഴേക്കും തന്നെ സൈഡിൽ നിന്നൊക്കെ ഇതേ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വരുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ, തീ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടിക്ക് പിടിക്കില്ല. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് ഇത് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ എൻ്റെ പിള്ളേർക്കൊന്നും അത് കടിക്കുന്നൊന്നും ഇഷ്ടമല്ല, ഞാൻ ജസ്റ്റ് വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ, അതിന് മുന്തിരിയും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് ഏലക്കാപ്പൊടി, അവൽ നല്ല ടേസ്റ്റാണ്, വറുത്ത അവലിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാപ്പാലിലൊക്കെ കുറുകി ശർക്കരയൊക്കെ ചേർത്ത് കുറുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് മാത്രമാണ് ഈ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷണലാണ്. അപ്പം ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ തവിയിലുള്ളതൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. സ്പാച്ചിൽ വെച്ചാകുമ്പോൾ നമുക്ക് ക്ലീനായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തവി ഒന്ന് മാറ്റി. അപ്പോൾ ഇനി നമുക്കിനി പാത്രത്തിൽ നിന്ന് വിട്ട് വരേ വേണ്ടുള്ളൂ. ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കൂ, പാത്രത്തിൽ നന്നായി ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നെയ്യ് തടവണമെന്നൊന്നുമില്ല, തടവണമെന്നുണ്ടെങ്കിൽ തടവാം, അല്ലെങ്കിൽ ഓയിൽ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഇതൊക്കെ ഹലുവയുടെ ഇത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ഇത്രേ പണിയുള്ളൂ. ഇനിയുള്ളത് ഒരു 3 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്തായാലും 3 മണിക്കൂറൊന്നുമല്ല, പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഞാനിത് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. നമുക്ക് ഫാനിൻ്റെ കീഴിൽ ഇട്ടിട്ടാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹലുവയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ആയതുകൊണ്ടും തേങ്ങാപ്പാലായതുകൊണ്ടും അവലായതുകൊണ്ടും തന്നെ ഹെൽത്തി ആണെന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റുമാണ്. അവലായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വറുത്ത അവൽ തേങ്ങാപ്പാലിലും ശർക്കരയിലൊക്കെ വന്നതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിൽ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.